A+2 സ്വാഗതം. ഈ ചാനലിൽ മുമ്പ് കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും കാണേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എപ്പിസോഡ് ചെയ്തു. ആ എപ്പിസോഡ് ഏകദേശം 1,00,000-ലധികം പേർ കണ്ടു കഴിഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു. ആ എപ്പിസോഡിന് ചില ആളുകളുടെ വിമർശനവും അതിന് കേൾക്കേണ്ടി വന്നു. നമ്മുടെ രാജ്യത്ത് നിന്നും രക്ഷപ്പെടാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന എപ്പിസോഡ് എന്തിന് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ചാനൽ ചെയ്തത് ആരെയും നിരുത്സാഹപ്പെടുത്താനൊന്നും അല്ല, യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് കാണിച്ചു കൊണ്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അത് ഒരു ജനകീയ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വസ്തുതകൾ അറിയുന്ന മുറയ്ക്ക് അത് പകർന്ന് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അതാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ നല്ല വശം കണ്ട ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അനുബന്ധമായി കാനഡയിൽ നടന്നതൊക്കെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആയിരുന്നു. ഇപ്പോഴും അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ചിലവിൻ്റെ വർധനവ് വളരെ കൂടി വരുന്നത് കൊണ്ട് കാനഡയിൽ എത്തുന്ന കുട്ടികൾക്ക് അവിടുത്തെ ചിലവ് താങ്ങാൻ കഴിയുന്നില്ല. അവിടുത്തെ വീടുകളിൽ താമസിക്കാൻ വാടകയ്ക്കെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയുണ്ട്. തൊഴിൽ രംഗത്ത് ഒരു മാന്ദ്യമുണ്ട്. അത് തുടർന്നുള്ള പല റിപ്പോർട്ടുകളും വന്നതാണ്, ഇപ്പോഴും ചിലത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ആരും കാനഡയിൽ പോകരുതെന്ന് ഒരിക്കലും ഈ ചാനൽ പറയില്ല, ആരും പറയില്ല. കാരണം കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പോവുക തന്നെ വേണം. അവർക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയും വേണം. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ, ഓസ്ട്രേലിയയുടെ കാര്യം ചില സൂചനകളുണ്ട്. ആ സൂചനകൾ വേറെ ആരും പറഞ്ഞതല്ല, അവിടുത്തെ ഹോം മിനിസ്റ്റർ തന്നെ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. 2 രാജ്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ പ്രിഫർ ചെയ്തിരുന്നത്, കാനഡയും ഓസ്ട്രേലിയയും. എന്തുകൊണ്ടാണ് ഈ ഓസ്ട്രേലിയയും കാനഡയൊക്കെ പ്രിഫർ ചെയ്തത്? ഒരു വിദേശ രാജ്യത്ത് പോയി പഠിക്കാൻ കിട്ടുന്ന അവസരം, ഉയർന്ന യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ കിട്ടുന്ന അവസരം, ഉന്നതമായ തൊഴിൽ സാധ്യതകൾ, നല്ല വരുമാനം, സ്ഥിരമായി സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള സാധ്യതകൾ, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് കുട്ടികൾ അങ്ങോട്ട് പോയത്. മറ്റൊരു കാരണം, നമ്മുടെ രാജ്യത്ത് ഒരു അസ്ഥിരാവസ്ഥ ഉണ്ട്. തൊഴിൽ രംഗത്തായിരുന്നാലും അതുപോലെ എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യത്ത് ചെറുപ്പക്കാരായ കുട്ടികൾ വലുതായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടി കുട്ടികൾ അങ്ങോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഡിഗ്രിക്കുള്ള പല സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നു, എഞ്ചിനീയറിംഗ് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. തൊട്ടു മുമ്പ് വന്നത് മെഡിസിൻ, ആയുർവേദ, യുനാനി തുടങ്ങിയ മെഡിസിൻ രംഗത്തൊന്നും ആളില്ല. ബിടെക്കിന് പോലും പല കോളേജുകളിലും ആ രീതികൾ മാറ്റാൻ പോകുന്നു. പുതിയതായിട്ടൊരു കോളേജും വന്നിട്ടില്ല. ഇതെല്ലാം അവസ്ഥകൾ കാണിക്കുന്നത് കുട്ടികൾ കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്നും മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഹോം മിനിസ്റ്റർ ഇത് പറയുന്നത് ഈ അവിടുത്തെ ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങുന്നു, അവിടുത്തെ എക്കോണമിയുമായിട്ട് ശരിക്കും മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യം അല്ല ഈ അനിയന്ത്രിതമായ കുടിയേറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർ ഭയപ്പെടുന്നു. ഓസ്ട്രേലിയയിലുള്ള ഹോം മിനിസ്റ്ററുടെ ഒരു റിമാർക്സാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ്, അതായത് ഈ കോവിഡ് വന്ന കാലത്ത് കുറച്ചൊക്കെ വിസ അവർ നിയന്ത്രിച്ച് നിർത്തിയിരുന്നു. കോവിഡ് മാറിയതിനു ശേഷം വീണ്ടും കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ അവർ സ്വീകരിച്ച് തുടങ്ങിയതാണ് ഓസ്ട്രേലിയ. പക്ഷേ അവിടുത്തെ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന, അവിടുത്തെ എക്കോണമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹർട്ടായി മാറുന്ന ഒരു കാര്യങ്ങളും ഒരു രാജ്യവും അനുവദിക്കാറില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഈ റിപ്പോർട്ടുകളും കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഈ ബാൻഡ് സ്കോർ, അതായത് IELTS ആയാലും ടോഫൽ, TOEFL ടോഫൽ ആയാലും PTE ആയാലും ഇതിനൊക്കെ തന്നെ ഹൈ ബാൻഡ് സ്കോർ വേണം എന്നുള്ള ഒരു തീരുമാനം അവരെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയാണ്. കുറച്ചൊക്കെ സ്ട്രീം ചെയ്യാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാണ്. എണ്ണം നിയന്ത്രിക്കുക, വിസ ചട്ടങ്ങളിലും ചില നിയന്ത്രണങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇതവരുദ്ദേശിക്കുന്നത് ഭാവിയിൽ ഓസ്ട്രേലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കരുത്. ഈ അനിയന്ത്രിതമായി വിദേശത്ത് നിന്നും ആളുകൾ അവിടെ എത്തുന്നത് കൊണ്ട് ഈ രാജ്യത്തിന് ഒരു ന്യൂനതയും പിന്നീട് ഉണ്ടാകാൻ പാടില്ല. അവർ ഭാവിയെയാണ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്.
അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിനാണ് അവർ ഇപ്പോൾ ഈ നിയന്ത്രണത്തിലേക്ക് അവർ വരുന്നത്. നിയന്ത്രണം വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നതുകൊണ്ട് ആരും നാളെ ഓസ്ട്രേലിയയിലേക്ക് പോകരുത് എന്ന് കരുതിക്കളയരുത്. അവിടെയും ഇതുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് അവിടുത്തെ മിനിസ്റ്റർ തന്നെ പറയുന്നത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, ഇനി പോകണം എങ്കിൽ IELTS നല്ല മാർക്കിൽ നിങ്ങൾ റേറ്റിംഗ് വാങ്ങി തന്നെ, നിങ്ങൾ നല്ല സ്കോറിൽ തന്നെ അത് ജയിച്ചിരിക്കണം. TOEFL ആയാലും നല്ല റേറ്റിംഗ് ആയിരിക്കണം, PTE ആയാലും നല്ല റേറ്റിംഗ് ആയിരിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് പ്രാവീണ്യം കൂടുതൽ മെച്ചപ്പെടുത്തണം. പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ പഴയതുപോലെ ആയിരിക്കില്ല ഇനിയുള്ള കാര്യങ്ങളെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ആരും അതിൻ്റെ പേരിൽ ഡീമോട്ടിവേറ്റഡ് ഒന്നും ആകണ്ട. ആ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും ഉണ്ടാവും. ഉടനെ തന്നെ അവിടുത്തെ വാതിലുകളൊന്നും അടച്ചു പൂട്ടിയിടുമെന്നൊന്നും ആരും കരുതണ്ട. പക്ഷേ ചില കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഈ എപ്പിസോഡ്. മറ്റ് രാജ്യങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽ വരുന്ന പക്ഷം തീർച്ചയായിട്ടും നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കുന്നു. നന്ദി.